മട്ടിലും ഭാവത്തിലുമെല്ലാം പുതിയ മാറ്റത്തോടെ മട്ടാഞ്ചേരി ടൗൺ ഹാൾ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അടച്ചുപൂട്ടിയിട്ടിരുന്ന ടൗൺ ഹാളിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് കൊച്ചി നഗരസഭ 2ാം വാർഡ് കൌൺസിലറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ TK അഷ്റഫ്. പശ്ചിമ കൊച്ചിയുടെ സാംസ്കാരിക കേന്ദ്രമായ മട്ടാഞ്ചേരി ടൗൺ ഹാൾ ഇനി പഴയ ടൗൺ ഹാൾ അല്ല. കെട്ടിലും മട്ടിലും ഭാവത്തിലുമെല്ലാം പുതിയ രൂപമാറ്റത്തോടെ ടൗൺ ഹാളിന് മാറ്റമായി. ഏതാനും മാസങ്ങളായി അടച്ചുപൂട്ടിയിട്ടിരുന്ന മട്ടാഞ്ചേരി ടൗൺ ഹാൾ രൂപമാറ്റം വരുത്തി പുതുക്കി നിർമ്മിച്ചിരിക്കുകയാണ്. BPCLന്റെ സഹകരണത്തോടെ 1.5 കോടി രൂപ ചെലവഴിച്ചാണ് മട്ടാഞ്ചേരി ടൗൺ ഹാളിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. കൊച്ചിയുടെ സ്വന്തം സാംസ്കാരിക കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കുന്ന മട്ടാഞ്ചേരി ടൗൺ ഹാളിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും ഈ മാസം തന്നെ ടൗൺ ഹാളിൽ പരിപാടികൾ നടത്തുവാൻ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുമെന്ന് കൊച്ചി നഗരസഭ 2ാം വാർഡ് കൌൺസിലറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ TK അഷ്റഫ് പറഞ്ഞു. അതിന്റെ പുനർനിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്ന അന്തിമഘട്ടത്തിലാണ്. കൊച്ചി നഗരസഭാ മേയറുടെ നിർദ്ദേശപ്രകാരം കൊച്ചിയിലെ പശ്ചിമ കൊച്ചിയിലെ മുഴുവൻ ആളുകൾക്കും പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഏറ്റവും ഓർഗനൈസ് ചെയ്ത് ഏറ്റവും അതിമനോഹരമായ രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ രീതിയിൽ വെച്ചാൽ ഏറ്റവും 960 ചെയറടക്കം 6000 സ്ക്വയർ ഫീറ്റ് പഴയ 6000 സ്ക്വയർ ഫീറ്റ് കൂടാതെ 3000 സ്ക്വയർ ഫീറ്റുള്ള ഡൈനിങ് ഏരിയ, 9000 സ്ക്വയർ ഫീറ്റ് ഡൈനിങ് ഏരിയയും ഏതാണ്ട് 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഏതൊരാൾ ഇങ്ങോട്ട് കടന്നു ഒരു കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള ഒരു ഓഡിറ്റോറിയമാണെന്നുള്ള തോന്നലുണ്ടായില്ല. കാരണം അത്രയും മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. Study German at International Language Academy, ILA Cochin. Grab your future in Germany and Austria.